ഹായ് എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിനി മെയിൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഠനം തുടങ്ങാനായിട്ടുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ അതിന്റെ ടോപ്പിക് എന്തൊക്കെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട സിലബസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് അതിന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം, എക്കണോമിക്സിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിൽ നിന്ന് 5 മാർക്ക്. പിന്നീട് ലൈഫ് സയൻസ്, അതിൽ നിന്ന് 3 മാർക്ക്. ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്. കെമിസ്ട്രിയിൽ നിന്ന് 3 മാർക്ക്. പിന്നീട് നമ്മുടെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അതിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനം, അതിൽ നിന്ന് നമ്മൾ 3 മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻ എക്സെട്ര, അതിൽ നിന്ന് 13 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. 13 മാർക്കിന്റെ ചോദ്യം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കറണ്ട് അഫെയർ 15 മാർക്ക്. പിന്നീട് സിമ്പിൾ അരിത്തമാറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, അതിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്. പിന്നെ നമ്മുടെ ലാംഗ്വേജ് ആയ മലയാളത്തിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് വരുന്നത്. ഹിസ്റ്ററിയിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുന്ന പോലെ തന്നെ കേരള, ഇന്ത്യ, വേൾഡ്, അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെയിൻസിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പുതിയതായിട്ടൊന്നും പഠിക്കാനായിട്ടില്ല. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് റിവിഷൻ എന്ന രീതിയിൽ പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. കേരള ഹിസ്റ്ററിയിൽ നിന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്. പിന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡ വർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, അപ്പോൾ രാജാക്കന്മാരുടെ കാലയളവിനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്, പിന്നെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ലിറ്റററി സോഴ്സ്, പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ കാണുന്ന പോലുള്ള അതേ ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാം മാക്സിമം ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ഇന്ത്യ ഹിസ്റ്ററി വരുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ INC ഫോർമേഷൻ പഠിക്കുക, സ്വദേശി മൂവ്മെന്റ് പഠിക്കുക. പിന്നീട് നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് പഠിക്കുക. പിന്നെ ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസികളെ കുറിച്ച് പഠിക്കുക. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുക. ഓക്കെ, അടുത്ത വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പിന്നെ നമ്മുടെ UN പോലെയുള്ള ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന പോലെ തന്നെ കേരള, ഇന്ത്യ, വേൾഡ്, അങ്ങനെ ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബേസിക്സ് ഓഫ് ജോഗ്രഫി പഠിക്കുക. അവിടെ 5 മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എർത്തിന്റെ സ്ട്രക്ചർ പഠിക്കുക, പിന്നെ അറ്റ്മോസ്ഫിയർ പഠിക്കുക, പിന്നെ ടെമ്പറേച്ചർ, സീസൺസ് പഠിക്കുക, പിന്നെ ഗ്ലോബൽ ഇഷ്യൂസ് പഠിക്കുക, പിന്നെ പൊല്യൂഷൻ പഠിക്കുക, പിന്നെ നമ്മുടെ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ നമ്മുടെ വേരിയസ് മൂവ്മെന്റ്സ് പഠിക്കുക, പിന്നെ കോണ്ടിനെന്റ് പഠിക്കുക, നാഷണൽ ആൻഡ് ദെയർ സ്പെസിഫിക് ഫ്യൂച്ചേഴ്സ് പഠിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ വേൾഡ് ഹിസ്റ്ററി നമ്മുടെ ബേസിക്കിൽ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്ത്യ ജോഗ്രഫി പഠിക്കുമ്പോൾ ഫിസിയോഗ്രാഫി ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഫ്യൂച്ചേഴ്സ്, അപ്പോൾ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നാച്ചുറൽ വെജിറ്റേഷൻ, റിവേഴ്സ്, നോർത്തേൺ ഈസ്റ്റ് പ്ലെയിന്, പിന്നെ നമ്മുടെ കോസ്റ്റൽ പ്ലെയിന്, ക്ലൈമറ്റ്, അതെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് കേരളയിലേക്ക് വരുമ്പോൾ ഫിസിയോഗ്രാഫി, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫ്യൂച്ചേഴ്സ്, റിവർ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, പിന്നെ റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, അതെല്ലാം പഠിച്ചു വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ടോപ്പിക്കുകളാണ്. നമ്മൾ മാക്സിമം ക്വസ്റ്റ്യനൊക്കെ ഉപയോഗിച്ച് ഇതൊരു റിവിഷൻ ചെയ്ത്, ഒരു റിവിഷനിലൂടെ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് റിവിഷൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റ് ടോപ്പിക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ വീണ്ടും പഠിക്കാതെ അത് ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് റിവിഷൻ ചെയ്യാനായിട്ട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമിക്സിന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് എക്കണോമിക്സ് പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമി പഠിക്കുക, 5 ഇയർ പ്ലാൻസ് പഠിക്കുക, പിന്നെ എന്താണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ പഠിക്കുക, നീതി ആയോഗ് പഠിക്കുക, പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, GST പഠിക്കുക, പിന്നെന്താണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST, അതെല്ലാം നമ്മൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ എന്താണ് അവിടെ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പഠിക്കുക, പിന്നെന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിക്കുക, റിട്ടുകൾ പഠിക്കുക, പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിക്കുക, പിന്നെ എന്താണ് അവിടെ മെയിനായിട്ട് വരാനുള്ളത് എന്താണ് നമ്മുടെ പാർലമെൻറ്റ്, ജുഡീഷ്യറി, അതെല്ലാം പഠിക്കുക. പിന്നെ മെയിനായിട്ട് എന്താണ് വരാനുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് 40 സെക്കൻഡ്, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104. അപ്പോൾ ഇത്രയും എന്താണ് അമെൻമെൻറ്റുകൾ നമ്മൾ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മെയിൻ എക്സാമാണ്. പ്രിലിംസിൽ അത് ഒരു ഘട്ടത്തിൽ വന്നില്ലായിരുന്നു. അപ്പോൾ മെയിൻസിൽ നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെന്താണ് നമ്മുടെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അവിടുന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, പിന്നെന്താണ് കോസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, പിന്നെന്താണ് ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പിന്നെ പ്ലാനിംഗ് ബോർഡ് പഠിക്കുക, കൊമേഴ്സ്യൽ പ്ലാനിങ് ആൻഡ് പോളിസീസ് പഠിക്കുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കുക, പിന്നെന്താണ് ഗവേണൻസ് പഠിക്കുക, പിന്നെന്താണ് നമ്മുടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾസ് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കേരള ഗവേണൻസിൽ നിന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താണ് നമ്മുടെ സയൻസ്, നമ്മുടെ ലൈഫ് സയൻസിൽ എന്താണ് 3 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി പഠിക്കുക, പിന്നെ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദെയർ ഡെഫിഷ്യൻസി ഡിസീസ് പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം എന്താണ് സയൻസിൽ നിന്ന് നമ്മൾ നമ്മുടെ ബയോളജിയിൽ നിന്ന് എന്താണ് പഠിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫിസിക്സ് വരുമ്പോൾ എന്താണ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, പിന്നെന്താണ് യൂണിറ്റുകൾ പഠിക്കുക, മെഷർമെൻറ്റുകൾ പഠിക്കുക. പിന്നെ മോഷനിൽ വരുമ്പോൾ എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷന് 3rd ലോ പഠിക്കുക. പിന്നീട് എന്താണ് യൂസസ് ഓഫ് 3rd ലോ പഠിക്കുക. പിന്നീട് എന്താണ് നമ്മുടെ ലൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ലെൻസ്, മിറർസ്, പിന്നെ എന്താണ് റെയിൻബോ, UV റേസ്, എക്സ്-റേസ്, അതേപോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് സൗണ്ട് വരുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവ്സ് പഠിക്കുക, വെലോസിറ്റി പഠിക്കുക, വെലോസിറ്റി ഓഫ് സൗണ്ട് പഠിക്കുക. പിന്നെ എന്താണ് ശബ്ദങ്ങളുടെ വിവിധ മീഡിയയിൽ ഉള്ള അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഫോഴ്സ് പഠിക്കുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് പഠിക്കുക, ഫ്രിക്ഷൻ പഠിക്കുക, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കുക. പിന്നെന്താണ് നമ്മുടെ ലിക്വിഡ് പ്രഷർ, അതൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫിസിക്സിൽ നിന്നൊക്കെ എന്താണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് എന്താണ് ഗ്രാവിറ്റേഷൻ പഠിക്കുക, പിന്നെ ജിയുടെ വാല്യൂസ് ഒക്കെ പഠിക്കുക. പിന്നീട് എന്താണ് ഹീറ്റിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. പിന്നെ എന്താണ് വർക്ക്, എനർജി, പവർ, സിമ്പിൾ പ്രോബ്ലംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ നിന്നും എന്താണ് 3 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ആറ്റംസ്, എലമെൻറ്റ്സ്, മെറ്റൽസ്, അതേപോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, അതിൽ നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആർട്സിൽ നിന്ന് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള പഠിക്കുക, ഫേമസ് പ്ലേസസ് പഠിക്കുക. പിന്നെ എന്താണ് സ്പോർട്സ് വരുമ്പോഴത്തേക്ക് എന്താണ് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് പഠിക്കുക. പിന്നീട് എന്താണ് ഈവൻറ്റ്സ് പഠിക്കുക, അച്ചീവ്മെൻറ്റ്സ് പഠിക്കുക, പിന്നെ ഇമ്പോർട്ടൻ്റ് അവാർഡുകൾ പഠിക്കുക, പിന്നെ ഫേമസ് ട്രോഫീസ് പഠിക്കുക, പിന്നെ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ സ്പോർട്സ് ഐറ്റംസ്, ഓരോ പ്ലേയേഴ്സിലെയും കളിക്കാരുടെ എണ്ണമൊക്കെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് ഏഷ്യൻ ഗെയിംസ് പഠിക്കുക, ഒളിമ്പിക്സ് പഠിക്കുക, പിന്നെ നാഷണൽ ഗെയിംസ് പഠിക്കുക. പിന്നെന്താണ് ഗെയിംസ്, ഇവൻറ്റ്സ്, പ്ലേയേഴ്സ്, അച്ചീവ്മെൻറ്റ്സ്, അതെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് നമ്മുടെ ലിറ്ററേച്ചർ വരുമ്പോൾ മലയാളം ലിറ്ററേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിക്കുക. പിന്നെ എന്താണ് മെയിൻ വർക്ക് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ഈച്ച് മൂവ്മെൻറ്റ് ആൻഡ് ദെയർ അതേഴ്സ് പഠിക്കുക. പിന്നെ റൈറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, അവരുടെ നിക് നെയിംസ് ഒക്കെ പഠിക്കുക. ഫേമസ് വർക്ക് ആൻഡ് ക്യാരക്ടർ പഠിക്കുക, ഫേമസ് കോട്ട്സ് പഠിക്കുക. പിന്നെന്താണ് മലയാളം റൈറ്റേഴ്സ്, പിന്നെ മലയാളം സിനിമയെക്കുറിച്ചൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലിറ്ററേച്ചറിൽ നിന്നും എന്താണ് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ കൾച്ചറിലേക്ക് പോവുകയാണ്. കേരള ഇമ്പോർട്ടൻ്റ് സെലിബ്രേഷൻസ് പഠിക്കുക, പ്ലേസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻസ് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവൽസ് പഠിക്കുക. പിന്നെ കേരള കൾച്ചറൽ സെൻറ്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ നമ്മൾ വരുന്നത് എന്താണ് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ്. എന്താണ് ഹാർഡ്വെയർ എന്താണ് പഠിക്കുക, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസ്, പിന്നെ എന്താണ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കുക, സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പഠിക്കുക. പിന്നെന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിക്കുക, ലാൻ വാൻ ഇതൊക്കെ എന്താണ് തിരിഞ്ഞു പോവാതെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇൻ്റർനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് സർവീസുകൾ, അതായത് www. പഠിക്കുക, ഇമെയിൽ പഠിക്കുക, സെർച്ച് എഞ്ചിനുകൾ പഠിക്കുക, സോഷ്യൽ മീഡിയ പഠിക്കുക, വെബ് ഡിസൈനിങ് മുതലായ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നീട് സൈബർ ക്രൈംസ് ആണ്, സൈബർ ക്രൈംസ് പഠിക്കുക, സൈബർ ആക്ട് പഠിക്കുക. ഇതെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷണൽ പോളിസി ആൻഡ് കമ്മീഷൻസ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങൾ, എഡ്യൂക്കേഷൻ പോളിസികൾ, കമ്മീഷനുകൾ അതൊക്കെ എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പഠിക്കുക. പിന്നീട് എന്താണ് നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പഠിക്കുക. മേജർ റെക്കമെൻഡേഷൻസ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻസ് പഠിക്കുക. പിന്നെ എന്താണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതൊക്കെ എന്താണ് ടു കോത്താരി കമ്മീഷൻ, അതെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് നാച്ചുറൽ പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ നാച്ചുറൽ പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ 1968, പിന്നെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986. അതേപോലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ് നമ്മുടെ കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയറിന് എന്താണ് 15 മാർക്കിൻ്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫെയർ എവിടുന്ന് കിട്ടിയാലും പഠിച്ചു വെക്കുക. ഒരു ദിവസം കുറഞ്ഞ ഒരു 10-50 കറണ്ട് അഫെയർ എങ്കിലും നിങ്ങൾ ഈ സാധാ പഠിക്കുന്ന ടോപ്പിക്കിനെ കൂടാതെ ഒരു കറണ്ട് അഫെയർ ഒരു 10-50 എങ്കിലും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു 15 മാർക്ക് എന്താണ് ഈ കറണ്ട് അഫെയർ നമുക്ക് കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ ഈ കറണ്ട് അഫെയർ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ മാത്സിലേക്ക് വരുമ്പോൾ എന്താണ് നമ്പേഴ്സ് പഠിക്കുക, ഫ്രാക്ഷൻ പഠിക്കുക, പേഴ്സൻറ്റേജ് പഠിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുക, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുക, റേഷ്യോ പ്രൊപ്പോർഷൻ പഠിക്കുക, ടൈം ആൻഡ് വർക്ക് പഠിക്കുക, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുക, ആവറേജ് പഠിക്കുക, പിന്നെന്താണ് ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിക്കുക, മെൻസറേഷൻ പഠിക്കുക, പ്രോഗ്രഷൻ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ മെൻ്റൽ എബിലിറ്റി റീസണിലേക്ക് വരുമ്പോൾ എന്താണ് സീരീസുകൾ പഠിക്കുക, പ്രോബ്ലംസ് പഠിക്കുക, പിന്നെന്താണ് ഓഡ് മാൻ ഔട്ട് പഠിക്കുക, നമ്പർ പഠിക്കുക, കോഡിങ് പഠിക്കുക, ഫാമിലി റിലേഷൻസ് പഠിക്കുക, പിന്നെ ടൈം ആൻഡ് ആംഗിൾസ് പഠിക്കുക, ഡേറ്റ് ആൻഡ് കലണ്ടർ പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്താണ് സ്ഥിരം പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് മാക്സിമം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നമ്മൾ പ്രോബ്ലംസിലൂടെയൊക്കെ കടന്നു പോയിട്ട് അതൊക്കെ എന്താണ് റിവിഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എന്താണ് ഗ്രാമർ പാർട്ടിലേക്ക് വരുമ്പോൾ എന്താണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് പഠിക്കുക, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുക, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് പഠിക്കുക, പിന്നെന്താണ് ആർട്ടിക്കിൾസ് പഠിക്കുക, പിന്നെന്താണ് മോഡൽ ഓക്സിലറി വെർബ്സിൻ്റെ യൂസേജ് പഠിക്കുക, ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുക, പിന്നെ ടെൻസ് പഠിക്കുക, കണ്ടീഷണൽ സെൻറ്റൻസ് പഠിക്കുക, പ്രിപ്പോസിഷൻസ് പഠിക്കുക, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുക, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പഠിക്കുക, പിന്നെ കറക്ഷൻ ഓഫ് സെൻറ്റൻസ് പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമർ പാർട്ടിൽ നിന്ന് വരുന്നത്. ഗ്രാമർ പാർട്ടിൽ നിന്ന് എന്താണ് 10 മാർക്കിൻ്റെ, ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യം വരുന്നുണ്ട്. അതിൽ ഗ്രാമറിൽ നിന്ന് എന്താണ് 5 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വൊക്കാബുലറി വരുമ്പോൾ എന്താണ് സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, പിന്നെ കോമ്പൗണ്ട് വേർഡ്, സിനോണിം, അനോണിം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, പിന്നെന്താണ് സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ്, അതെല്ലാം എന്താണ് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വൊക്കാബുലറിയിൽ നിന്ന് എന്താണ് ഒരു 5 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് എന്താണ് 10 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് നമ്മുടെ ലാംഗ്വേജ് ആയുള്ള മലയാളത്തിൽ നിന്ന് എന്താണ് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, പിന്നെന്താണ് വിപരീത പദം, ശൈലികൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. മലയാളത്തിൽ നിന്ന് എന്താണ് ഒരു 10 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രിലിംസിൽ നിങ്ങൾക്കൊന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. അതിൽ എന്താണ് നല്ല മാർക്ക് വാങ്ങിച്ചാലും അത്യാവശ്യം കട്ട് ഓഫിനടുത്ത് മാർക്ക് വാങ്ങിച്ചാലും പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ല. നമ്മൾ അവിടെ ക്വാളിഫൈ ആകുന്നത് മാത്രമാണ്. ഇനി വരുന്ന ഈ മെയിൻസിന് നല്ല രീതിയിൽ പഠിക്കുക. ഒരു മാർക്ക് പോലും എന്താണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിൻ്റെ കുറവ് മൂലം ചിലപ്പോൾ എന്താണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അവിടെ മങ്ങുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, പ്രധാനപ്പെട്ട കണ്ടന്റ് എല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക്കുകളെല്ലാം ഉണ്ട്, അതെല്ലാം നന്നായിട്ട് റിവിഷൻ ചെയ്യുക. പുതിയതായിട്ട് വന്ന കണ്ടന്റ് എല്ലാം എന്താണ് നന്നായിട്ട് പഠിക്കുക, നല്ലപോലെ എല്ലാവരും പഠിക്കുക. കറണ്ട് അഫെയർ ഒക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഏകദേശം ഒരു ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താണ് ഒരു 500-നകത്തുള്ള നിയമനങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യത വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്കുണ്ടെങ്കിൽ തന്നെ എന്താണ്
ഈ 500-നകത്തൊക്കെ നിങ്ങൾക്ക് ഒരു സ്ഥാനം എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക, കൃത്യമായിട്ട് എന്താണ് കറണ്ട് അഫെയറും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുക. നല്ല രീതിയിൽ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി അവിടെ എല്ലാം എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നമ്മൾ എന്താണ് അതെല്ലാം ഒന്ന് റിവിഷൻ എന്ന രീതിയിലൊക്കെ എന്താണ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ പഠിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.